Echoes of the word echoing Christ in every heart where silence speaks and every voice matters. Rooted in Carmelite contemplation and creative prophecy reflections, visuals and captions. Crafted with love and multilingual. Inclusive. Spirit-led. You are not just a viewer, you are part of the echo. Join a community that honors every voice. Let the word resound through hearts, screens, and lives. Welcome home. May every post be a prayer, every image a window to grace. Subscribe, share, comment. Prayer requests and mass intentions. We believe in the power of prayer and the grace of community. If you'd like us to lift your intentions in prayer or include them in our mass offerings, you can write to us. Email, echosofttheword@proton.me. Mobile phone WhatsApp, +918981223485. ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് വിജയത്തിനായുള്ള അന്വേഷണം പലപ്പോഴും സമയത്തിനെതിരായ ഒരു ഓട്ടം പോലെയാണ് തോന്നുന്നത്. നമ്മൾ ഡാറ്റയാൽ നിറഞ്ഞിരിക്കുന്നു, അഭിലാഷത്താൽ നയിക്കപ്പെടുന്നു, തന്ത്രത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ജോലിസ്ഥലങ്ങളും സ്ഥാപനങ്ങളും അളവുകൾ, ലാഭം, ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ മുൻഗണന നൽകുന്നു. ചിലപ്പോൾ മനുഷ്യരെന്ന നിലയിൽ നമ്മെ നിലനിർത്തുന്ന ആഴമേറിയതും ആത്മീയവുമായ മാനത്തിന്റെ ചെലവിൽ. ഈ പരിതസ്ഥിതിയിൽ നമ്മൾ സ്വയം ഒരു ആഴത്തിലുള്ള ചോദ്യം ചോദിക്കണം. പ്രാർത്ഥനയുടെ സ്ഥിരമായ നങ്കൂരമില്ലാതെ നമ്മുടെ തീരുമാനങ്ങളെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് എന്താണ്? നാം അഭിലാഷത്തെ നിയന്ത്രിക്കാതെ പിന്തുടരുന്നുണ്ടോ? പരാജയഭീതിയാലോ വ്യക്തിപരമായ അഭിമാനത്തിനായുള്ള ആഗ്രഹങ്ങളാലോ നയിക്കപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ അതിലും പ്രധാനമായി നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ ശാന്തവും സൗമ്യവുമായ ശബ്ദം നാം ശ്രദ്ധിക്കുന്നുണ്ടോ? സദൃശവാക്യങ്ങൾ 21 വാക്കുകൾ 5 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തിടുക്കം ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നതുപോലെ തന്നെ ഉത്സാഹമുള്ളവരുടെ പദ്ധതികൾ ലാഭത്തിലേക്ക് നയിക്കുന്നു. തിടുക്കത്തെക്കുറിച്ചുള്ള ഈ മുന്നറിയിപ്പ് വെറും തിരക്കുള്ള ജോലികളെക്കുറിച്ചല്ല, അത് ആത്മീയ തിടുക്കവുമാകാം. ദൈവത്തിന്റെ മാർഗനിർദ്ദേശം തേടാതെ മുന്നോട്ടു പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അക്ഷം. നമ്മൾ നിർത്തി പ്രാർത്ഥിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ തിടുക്കപ്പെടുകയും ദിവ്യജ്ഞാനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയും ഒടുവിൽ പൊള്ളയായിത്തീരുകയും ചെയ്യുന്നു. അനന്തരഫലങ്ങൾ ശ്രദ്ധേയമാണ്. തളർച്ച കടന്നുവരുന്നു, ഉത്കണ്ഠ വേരൂന്നുന്നു, ധാർമ്മിക രേഖകൾ മങ്ങുന്നു, ബന്ധങ്ങൾ തകരുന്നു. തിരക്കിൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവ് കഷ്ടപ്പെടുന്നു. എന്നാൽ സഹോദരീ സഹോദരന്മാരെ, പ്രാർത്ഥന എല്ലാം മാറ്റുന്നു. തിരുവെഴുത്തുകളും വിശുദ്ധരും എപ്പോഴും അറിഞ്ഞിരിക്കുന്നതിനെ സമീപകാല പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നു. പതിവ് പ്രാർത്ഥനയിൽ ഏർപ്പെടുന്ന നേതാക്കൾക്ക് പുതുക്കിയ പ്രതിരോധശേഷി അനുഭവപ്പെടുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ വ്യക്തത നേടുന്നു. സമ്മർദ്ദത്തിൽ പോലും ധാർമ്മിക തീരുമാനങ്ങൾ എടുക്കുന്നു. ഒരു ലൗകിക തന്ത്രത്തിനും പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു ആത്മീയ ശക്തി പ്രാർത്ഥന വളർത്തുന്നു. ഇത് കേവലം വികാരാധീനമായ പ്രത്യാശയല്ല, അത് ആത്മാർത്ഥമായി തന്നെ അന്വേഷിക്കുന്നവരിൽ ദൈവത്തിന്റെ സജീവമായ പ്രവൃത്തിയാണ്. നയിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും തികഞ്ഞ മാതൃകയായ യേശുവിനെ തന്നെ പരിഗണിക്കുക. തന്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിനു മുമ്പ് അവൻ രാത്രിയുടെ നിശബ്ദതയിലേക്ക് പ്രാർത്ഥിക്കാൻ പിൻവാങ്ങി. ഇത് ലളിതമായ ഒരു മാനേജ്മെന്റ് ജോലിയല്ല, മറിച്ച് പിതാവിന്റെ മാർഗനിർദ്ദേശത്തിന് ഏൽപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധ ദൗത്യമായിരുന്നു. പ്രാർത്ഥനയിലൂടെ സഭയുടെ അടിത്തറയായി മാറുകയും തന്റെ ദൗത്യം ലോകത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന 12 പേരെ യേശു തിരഞ്ഞെടുത്തു. യേശുവിൻ പ്രാർത്ഥന ഒരിക്കലും ഐച്ഛികമായിരുന്നില്ല, അത് അത്യാവശ്യമായിരുന്നു. ആദിമസഭ ഈ സത്യം ആഴത്തിൽ മനസ്സിലാക്കി. പ്രവൃത്തികൾ 1 അധ്യായത്തിൽ യൂദാസിന് പകരക്കാരനെ നിയമിക്കുന്നതിനു മുമ്പ് അപ്പോസ്തലന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, നീ എല്ലാവരുടെയും ഹൃദയം അറിയുന്നു. ഇവരിൽ ഏതാണ് നീ തിരഞ്ഞെടുത്തതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. മനുഷ്യജ്ഞാനം മാത്രം പോരാ, എന്നാൽ പ്രാർത്ഥനയും ആത്മാവിന്റെ മാർഗനിർദ്ദേശവും ഏകീകരിക്കുമ്പോൾ ശരിയായ പാതകൾ വെളിപ്പെടുന്നു എന്ന് ഈ നിമിഷം നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹത്തിന്റെ പ്രാർത്ഥനാപരമായ ദൗത്യം പ്രവൃത്തിയിൽ വിശുദ്ധ പീറ്റർ ക്ലാവർ മാതൃകയാക്കി. അടിമകളായ ആളുകളെ വെറും ചരക്കായി കണക്കാക്കിയ ഒരു ലോകത്ത് താൻ സേവിക്കുന്ന ഓരോ വ്യക്തിയിലും അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടു. ഞാൻ എന്നേക്കും അടിമകളുടെ അടിമയാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഒരു തന്ത്രപരമായ മുദ്രാവാക്യമല്ല, മറിച്ച് പ്രാർത്ഥനയും അനുകമ്പയും കൊണ്ട് ആഴത്തിൽ രൂപപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ജനിച്ച ഒരു ശബ്ദമായിരുന്നു. ധ്യാനാത്മക പ്രാർത്ഥനയുടെ അധിപയായ ആവിലയിലെ വിശുദ്ധ തെരേസ ഇതിനെ മനോഹരമായി വിവരിച്ചു: പ്രാർത്ഥന എന്നത് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു അടുപ്പമുള്ള പങ്കിടൽ മാത്രമാണ്. നമ്മെ സ്നേഹിക്കുന്നവനാണെന്ന് നമുക്കറിയാവുന്ന അവനോടൊപ്പം ഇടയ്ക്കിടെ ഏകാന്തതയായിരിക്കാൻ സമയമെടുക്കുക എന്നാണ് ഇതിനർത്ഥം. പ്രാർത്ഥന ഒരു സ്നേഹനിധിയായ സഹപ്രവർത്തകനെ പോലെയാണ്. നമ്മുടെ അരികിലൂടെ നടക്കുകയും ശ്രദ്ധിക്കുകയും ദൈവത്തോട് അടുത്ത് നിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വസ്ത കൂട്ടാളി. അത് പരിശോധിക്കേണ്ട ഒരു ജോലിയല്ല, മറിച്ച് നിരന്തരം വളർത്തിയെടുക്കേണ്ട ഒരു ബന്ധമാണ്. നമ്മുടെ കാലത്ത് തിരക്കേറിയ ഒരു ആശുപത്രി വാർഡിൽ ജോലി ചെയ്തിരുന്ന ഒരു നഴ്സിന്റെ, നമുക്ക് അവളെ മേരി എന്ന് വിളിക്കാം, കഥയിലും ഇതേ സത്യം കാണാം. എല്ലാ ദിവസവും ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും കൊണ്ട് വലഞ്ഞ മേരി ഒരു നിമിഷം പ്രാർത്ഥനയോടെ തന്റെ ജോലി ആരംഭിക്കാൻ പ്രതിജ്ഞാബദ്ധയായി.
രോഗികളെ പരിചരിക്കുന്നതിന് ശക്തി, ജ്ഞാനം, അനുകമ്പ എന്നിവയ്ക്കായി അവൾ ദൈവത്തോട് അപേക്ഷിച്ചു. ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നേരിട്ട നിമിഷങ്ങളിൽ പേടിച്ചരണ്ട രോഗിയോടൊപ്പം താമസിക്കണോ, ക്ഷീണമുണ്ടായിട്ടും ദയുള്ള ഒരു വാക്ക് നൽകണോ, അതോ ശബ്ദം ദുർബലമായവർക്കുവേണ്ടി വാദിക്കണോ? മേരി വ്യക്തതയും സമാധാനവും കണ്ടെത്തി. കുഴപ്പങ്ങളിലും അവളുടെ ശാന്തമായ ആത്മാവ് ആശ്വാസം നൽകുന്നുണ്ടെന്ന് അവളുടെ സഹപ്രവർത്തകർ ശ്രദ്ധിച്ചു. മേരിയുടെ പ്രാർത്ഥന ഒരു രഹസ്യമായിരുന്നില്ല, അത് അവളുടെ സഹതാപത്തിന്റെയും അചഞ്ചലമായ സമർപ്പണത്തിന്റെയും ഉറവിടമായിരുന്നു. പ്രാർത്ഥന പ്രായോഗിക സ്നേഹത്തിന് ഇന്ധനം നൽകുന്നുവെന്നും സാധാരണ ജോലിയെ ഒരു വിശുദ്ധ ദൗത്യമാക്കി മാറ്റുന്നുവെന്നും അവളുടെ മാതൃകയിലൂടെ അവൾ കാണിച്ചു. പ്രാർത്ഥന നമ്മുടെ ദൈനംദിന കൂട്ടാളിയാകുമ്പോൾ അത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. സമ്മർദ്ദത്താലോ അഹങ്കാരത്താലോ കഠിന ഹൃദയങ്ങളെ അത് മൃദുവാക്കുന്നു. മറ്റുള്ളവരിൽ ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നു. വിനയത്തോടെ സേവിക്കാൻ നമ്മുടെ കൈകളെ ഒരുക്കുന്നു. ഏറ്റവും തിരക്കേറിയ സമയങ്ങളിൽ പോലും പ്രാർത്ഥന നമ്മെ സ്നേഹത്തിലും കരുണയിലും ഉറപ്പിക്കുന്നു. സഹോദരീസഹോദരന്മാരെ, പ്രാർത്ഥനയെ അവഗണിക്കുന്നത് പരാജയപ്പെട്ട പദ്ധതികളുടെ മാത്രമല്ല, നമ്മുടെ ആത്മാവിനെ പോലും നഷ്ടപ്പെടുന്നതിന്റെ ഗുരുതരമായ അപകടസാധ്യത സൃഷ്ടിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയിൽ ഓരോ ശ്രമവും ആരംഭിക്കുന്നത് പരിവർത്തനത്തിനുള്ള വാതിൽ തുറക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും ലോകത്തിലും. നമുക്ക് യേശുവിന്റെ മാതൃക പിന്തുടരാം. തീരുമാനങ്ങളിലേക്ക് തലകുനിച്ചു നീങ്ങുന്നതിനു പകരം ആദ്യം നമുക്ക് നിശബ്ദതയിലേക്ക് പ്രവേശിച്ച് ശ്രദ്ധിക്കാം. നമ്മുടെ പദ്ധതികൾ ദൈവത്തിന് സമർപ്പിക്കുകയും നമ്മുടെ ചുവടുകൾ നയിക്കാൻ അവന്റെ ജ്ഞാനത്തെ ക്ഷണിക്കുകയും ചെയ്യാം. വിശുദ്ധ അഗസ്റ്റിന്റെ നിലനിൽക്കുന്ന ജ്ഞാനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. എല്ലാം ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നതുപോലെ പ്രാർത്ഥിക്കുക. എല്ലാം നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നതുപോലെ പ്രവർത്തിക്കുക. നമ്മുടെ സ്നേഹനിധിയായ സഹപ്രവർത്തകനായും ദൈവത്തിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ശക്തിയായും ലോകത്തോടുള്ള അവന്റെ കാരുണ്യത്തിന്റെ ഒരു തിളക്കമുള്ള സാക്ഷ്യമായും നമ്മുടെ ദൗത്യം പ്രാർത്ഥനയിൽ വേരൂന്നിയതാകട്ടെ. ആമേൻ. I would like to travel over the whole earth to preach your name and to plant your glorious cross on infidel soil. But one mission alone would not be enough for me. I would want to preach the gospel in all 5 continents simultaneously, even to the most remote islands.